പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്ക് സ്തുതി. കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, അതിപരിശുദ്ധവും അനുഗ്രഹീതവുമായ നമ്മുടെ പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ എല്ലാ ദൈവമക്കളെയും ഹൃദയപൂർവ്വം സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ദൈവം നൽകുന്ന അവസരങ്ങൾ എത്ര മനോഹരമാണ്. എന്തുകൊണ്ടെന്നാൽ നാം ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ദൈവഹിതത്തിലേക്ക് നടത്തുകയാണ്. അവന്റെ കരത്തിന്റെ കീഴെ നാം അനുഗ്രഹീതരായി, ശാന്തരായി, ബലമുള്ളവരായി മാറുകയാണ്. ഇന്ന് രാത്രിയും ഈ തിരുവചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളിലും വേദനകളിലും സങ്കടങ്ങളിലും നൊമ്പരങ്ങളിലൊക്കെ യേശുവുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം വലിയൊരു പുതിയതായ ബാനത്തിലേക്ക് നിങ്ങളെ പ്രവേശിപ്പിക്കട്ടെ. ദൈവം ജീവിക്കുന്നു. യേശുക്രിസ്തു ഇന്നലെ ഇന്ന് എന്നും അനന്യനാണ്. വാക്ക് മാറാത്തവനായ തമ്പുരാൻ നമ്മുടെ കൂടെയുണ്ട്. വിശ്വാസത്തോടുകൂടെ നമുക്ക് യേശുവിന്റെ മുമ്പാകെ പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ വിനയപ്പെടാം. ഒരുമിച്ച് ചേർന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാം. ദൈവമേ, പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിന് സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ആകാശവും ഭൂമിയും തന്റെ സ്തുതികളാൽ നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനേരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷകളും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. ശ്രാവേ, നിനക്ക് സ്തുതി. പാപികളായ അടിയാരോട് കൃപ ചെയ്യുന്ന മശിഹാ രാജാവേ, നിനക്ക് സ്തുതി. ബാറക്കുമോൻ. സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരയണമേ. നിന്റെ തിരുവിഷ്ണു സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാവുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം.
ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദൈവമാതാവായ വിശുദ്ധ കന്യകേ മർത്തമറിയമേ, ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ദൈവ തിരുസന്നിധിയിൽ ഒരു വാക്ക് ചേർന്നിങ്ങനെ പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്നത്തെ ശുശ്രൂഷയെ പൂർണ്ണമായും അങ്ങയുടെ കരങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം ഞങ്ങൾക്കെല്ലാവർക്കും നൽകണമേ. വചനം ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ. ഞങ്ങളുടെ നാവോട് ചേർന്നിരിക്കണമേ. പരിശുദ്ധമായ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. തിരുരക്തം കൊണ്ട് ഞങ്ങളെ കഴുകണമേ. കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെയും കാതുകളിലേക്ക് ദൈവവചനം ഇറങ്ങി ചെല്ലുവാൻ ഇടവരണമേ. പറയുന്ന അടിയന്റെ നാവിനെ ദൈവം ശുദ്ധീകരിക്കണമേ. ഇന്ന് രാത്രി അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുവാൻ ദൈവാകരങ്ങളിൽ പൂർണ്ണമായി ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമീൻ. സ്നേഹമുള്ളവരെ, ദൈവത്തിന്റെ തിരുവചനം ധ്യാനിച്ച് പ്രാർത്ഥിക്കുവാനായി നമുക്ക് ഈ സമയം വേർതിരിക്കാം. നാം ഇന്ന് ചിന്തിക്കുവാനായി എടുക്കുന്ന വേദഭാഗം സങ്കീർത്തന പുസ്തകം 33-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യമാണ്. സങ്കീർത്തനം 33 6-ാം വാക്യം. അവിടെ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുകയാണ്: കർത്താവിന്റെ വചനത്താൽ ആകാശവും തന്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉണ്ടാക്കപ്പെട്ടു. ദൈവത്തിന്റെ സൃഷ്ടിയെക്കുറിച്ച് ഭക്തനായ മനുഷ്യൻ പാടി ധ്യാനിച്ചു പറയുന്ന വാക്കുകളാണ്. ലോകത്തെ സൃഷ്ടിച്ചതിനെ കുറിച്ച് ആദ്യ പുസ്തകം ഉൽപ്പത്തി പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അതിനെ ധ്യാനിക്കുന്ന മനുഷ്യന്റെ ഉള്ളിൽ അത് ഇപ്രകാരം വെളിപ്പെട്ടു വരികയാണ്: അവന്റെ വചനത്താൽ. ഹല്ലേലൂയ. അപ്പോൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ ദൈവം പറയുന്ന ആ വാക്ക് വരികയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പം കാണും, കർത്താവിന്റെ വചനത്താൽ ആകാശവും ഭൂമിയും സകല സൈന്യവും ഉണ്ടാക്കപ്പെട്ടു. ഹല്ലേലൂയ. ഇത് പാടി ധ്യാനിച്ച് പറയുമ്പോ ദൈവത്തിന്റെ അരികെ വരാനുള്ള കോൺഫിഡൻസ് വർദ്ധിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സകലത്തെയും സൃഷ്ടിച്ചവൻ, തന്റെ നാവ് കൊണ്ട്, വചനം കൊണ്ട് സകലത്തെയും നിർമ്മിച്ചവൻ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഇന്ന് നാം തിരുവചനം കേട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ മനസ്സിൽ വല്ലാത്ത ഒരു ചിന്ത കടന്നു വരണം. ദൈവ സാന്നിധ്യം ഈ വചനത്തിലൂടെ ഉണ്ടായി എങ്കിൽ ഇന്ന് നമ്മുടെ കയ്യില് പരിശുദ്ധമായ വേദപുസ്തകം കിട്ടിയിട്ടുണ്ട്. ഈ വേദപുസ്തകത്തിലുള്ള വാക്യങ്ങള് യേശുവിന്റെ വാക്കുകളാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനങ്ങളാണ്. അപ്പോൾ ഈ വചനത്തെ നാം ധ്യാനിക്കുകയും ശ്രദ്ധിക്കുകയും അതിൽ ആശ വയ്ക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ബന്ധത്തില്, ദൈവവുമായിട്ടുള്ള ബന്ധത്തില് നാം വർദ്ധിച്ചു വരുന്നത് കാണാൻ കഴിയുകയാണ്. ദൈവമക്കളെ, അതുകൊണ്ട് തമ്പുരാൻ നമുക്ക് തരുന്ന സന്ദേശം വളരെ മനോഹരമായ സന്ദേശമാണ്. മറ്റൊന്നുമല്ല, നിങ്ങൾ ദൈവത്തിന്റെ വചനത്തിന് അത്ര കണ്ട് വാല്യൂ കൊടുക്കണം. കാരണം ആ വചനങ്ങൾ ലോകത്തെ സൃഷ്ടിച്ചതാണ്, സൈന്യങ്ങളെ സൃഷ്ടിച്ചതാണ്, ബലപ്പെടുത്തിയതാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് ഈ വചനം ധ്യാനിക്കുമ്പോൾ എന്റെ ജീവിതത്തിലേക്ക്
തമ്പുരാന്റെ ആ സർവശക്തമായ ഇടപെടൽ വ്യാപരിക്കുകയാണ്. ദൈവമക്കളെ, എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് ദൈവത്തിന്റെ കരസ്പർശനത്തിനായി? ദൈവത്തിന്റെ കരസ്പർശനത്തിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ദൈവവചനം ആത്മാർത്ഥമായി കേട്ട് പ്രാർത്ഥിക്കൂ. ചിന്തിക്കുന്ന, ധ്യാനിക്കുന്ന ഈ സങ്കീർത്തനക്കാരന്റെ ചിന്തകള് അത് അവിടെ നിൽക്കുന്നില്ല കേട്ടോ, മറിച്ച് വീണ്ടും മുന്നോട്ട് പോവുകയാണ്. ഈ വചനം ദൈവം ഉരുവിട്ടപ്പോഴാണ് ഈ ലോകം സൃഷ്ടിക്കപ്പെട്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ വചനം പറയാനായിട്ട് എടുത്ത ശ്വാസം, അതിനാൽ കൂടിയാണ് ലോകം സൃഷ്ടിക്കപ്പെട്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ നമുക്ക് വലിയൊരു ചിന്ത പരിശുദ്ധാത്മാവ് തരികയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ പ്രായമായി വരും, കഴിയാതെ വരും, പല കാര്യങ്ങളും സ്വയമായി ചെയ്യാൻ കഴിയാതെ വരും. അപ്പോൾ ഒരുപക്ഷെ പ്രസംഗിക്കാനോ ശക്തമായി പ്രാർത്ഥിക്കാനോ നമുക്ക് കഴിയണമെന്നില്ല. അവിടെയാണ് ഓർക്കണം, നമ്മുടെ ശ്വാസം ഒരു പ്രാർത്ഥനയാണ്. നമ്മൾ ശ്വസിക്കുമ്പോൾ ദൈവ പദ്ധതിയോടുകൂടെ ശ്വസിച്ചാൽ, ദൈവത്തിന്റെ ഹിതപ്രകാരം ശ്വസിച്ചാൽ ശ്വാസം പ്രാർത്ഥനയായി വരികയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേദപുസ്തകത്തില് ഹന്ന എന്ന് പറയുന്ന സ്ത്രീയെ കാണാൻ കഴിയാണ്. ഹന്ന നിരന്തരം വളരെ കഷ്ടപ്പാടോടുകൂടെ ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു. വളരെ സങ്കടകരമായ സാഹചര്യമാണ് ഹന്നയ്ക്ക്. ശമൂവേൽ പുസ്തകത്തിലുണ്ട്. കുഞ്ഞുങ്ങളില്ല, ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവളുടെ നാവിൽ നിന്ന് ഒറ്റ വാക്ക് പോലും പുറത്തു വരുന്നില്ല. അപ്പോൾ പള്ളിയിലെ പട്ടക്കാരൻ വന്നിട്ട് പറയാണ്, നീ എന്തിനാണ് കള്ള് കുടിച്ച് ഇപ്പോൾ ഈ ദേവാലയത്തിൽ വന്നിരിക്കുന്നത്? ഹന്ന മറുപടിയായി പറയാണ്, ഞാൻ മദ്യപിച്ചിട്ടില്ല, ഞാൻ ലഹരി പിടിച്ചിട്ടില്ല, ഞാൻ എന്റെ ഹൃദയത്തിന്റെ സങ്കടങ്ങള് കർത്താവിന്റെ തിരുസന്നിധിയിൽ പകരുകയാണ്. ശബ്ദമില്ലാതെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ഉള്ളിലെ ഞെരുക്കത ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനക്കാരൻ അത് കണ്ടു. സങ്കീർത്തനക്കാരൻ പറയാണ്, അവന്റെ ശ്വാസത്താൽ ലോകത്തെ, സൈന്യത്തെ, സകലത്തെയും സൃഷ്ടിച്ചു. ശ്വാസത്താൽ, വചനത്താൽ സൃഷ്ടിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശ്വാസം, നമ്മുടെ ചിന്തകൾ, നമ്മുടെ നോട്ടം, നമ്മുടെ എടുപ്പ്, സകലതും ഒരു വിശുദ്ധമാകാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശുദ്ധമാകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ദൈവമക്കളെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത്, നിങ്ങൾ വചനത്തെ സ്നേഹിക്കൂ, വചനത്തെ സ്നേഹിക്കൂ. വചനം, ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളില് നമ്മുടെ ശ്വാസത്തിന് ആത്മീയത നൽകുന്നതാണ്. ദൈവത്തിന്റെ വചനം നമ്മിൽ ഒരു പുതിയതായ സൃഷ്ടിത്വം അല്ലെങ്കിൽ പുതിയതായ സൃഷ്ടിയായി നാം മാറുന്ന ഒരു രംഗമായി മാറുകയാണ്. ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്യാം, ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. രണ്ട് കാര്യമാണ് നാം പറഞ്ഞത്. സങ്കീർത്തനക്കാരൻ ധ്യാനിച്ചതുപോലെ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയെ തിരിച്ചറിയുക. രണ്ട്, ശ്വാസത്തിന്റെയും കൂടി ശക്തിയും രീതിയും തിരിച്ചറിയുക. നാം അവന്റെ വചനം ഏറ്റു പറയുന്നവരാകണം. നാം അവന്റെ നാവ്, അവന്റെ വാക്ക്, അവന്റെ ചിന്ത ഹൃദയത്തിൽ ധ്യാനിക്കുന്നവരായി മാറണം. ജീവിതത്തില് പൂർത്തീകരിക്കപ്പെട്ട ഏറ്റവും വലിയ ഒരനുഗ്രഹീതമായ അനുഭവമാണിത്, കർത്താവിന്റെ വചനത്തിലുള്ള വളർച്ച. നിങ്ങൾ പ്രയാസം വരുമ്പോ, വേദന വരുമ്പോൾ വചനം ഉരുവിട്ട് പ്രാർത്ഥിക്കുന്നവരായി മാറുക. യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷം 1-ാം അധ്യായം വായിക്കാം. വചനം ആദിയിലെ ഉണ്ടായിരുന്നു, വചനം ആദിയിലെ ഉണ്ടായിരുന്നു. അപ്പൊ വചനത്തിന്റെ പ്രാധാന്യം ഉൾക്കൊള്ളുക. വചനത്താലാണ് സൃഷ്ടിക്കപ്പെട്ടത്. ആ വചനത്തെ നാം ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനം വരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വചനം ധ്യാനിക്കുമ്പോൾ നമ്മിൽ പരിവർത്തനം വരികയാണ്, നമ്മിൽ രൂപാന്തരം വരികയാണ്, നാം ഒരു പുതിയ മനുഷ്യനായി മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, വചനം ശ്വാസത്തിലൂടെ വരെ വെളിപ്പെട്ടു വരികയാണ്. വചനം ആദിയിലേ ഉണ്ടായിരുന്നു. ഏറ്റവും ആദ്യം നിങ്ങൾ നോക്കൂ, ദൈവം ഒന്നും സംസാരിക്കാത്തൊരു സമയത്ത് പോലും ശ്വാസമുണ്ട്. വചനം ആദ്യം മുതലേ ഉണ്ട്. വചനം നിറഞ്ഞു നിന്നിരുന്നു. എന്നാൽ ഈ വചനം ദൈവസന്നിധിയിലായിരുന്നു. കർത്താവിന്റെ അരികിലാണ് വചനം ഉണ്ടായിരുന്നത്. കാരണം അവന്റെ ശ്വാസമാണ്, അവന്റെ ശബ്ദമാണ്. കർത്താവിന്റെ സന്നിധിയിലായിരുന്നു. ഈ വചനം ദൈവസന്നിധിയിലായിരുന്നു. ആദിയിൽ ഈ വചനം ദൈവസന്നിധിയിൽ നിലകൊണ്ടു. സർവവും താൻ മൂലം. അങ്ങനെ വചനത്തിലാണ് എല്ലാ കാര്യങ്ങളും ഉണ്ടായത്. വീണ്ടും ശിക്ഷത്തെ കുറിച്ച് തന്നെയാ പറയുന്നത്. ആ സർവവും തന്മൂലമുണ്ടായി. ഉണ്ടായതൊന്നും തന്നെ കൂടാതെ ഉണ്ടായതല്ല, താൻ മൂലം ജീവനുണ്ടായി. ഹല്ലേലൂയ. ജീവനുണ്ടായതും ഈ വചനത്തിലൂടെയാണ്. ഇനിയാണ് പ്രധാനപ്പെട്ടത്. ഈ വചനത്തെ കുറിച്ച് പറയാണ്. ഹല്ലേലൂയ. താൻ മൂലം ജീവനുണ്ടായി. ആ ജീവിക്കുന്ന മനുഷ്യരുടെ പ്രകാശം, ആ ജീവനാകുന്ന മനുഷ്യരുടെ പ്രകാശം, ആ പ്രകാശം അന്ധകാരത്തിൽ പ്രശോഭിക്കുന്നു. അന്ധകാരം അതിനെ കീഴടക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരു ജീവന്റെ അനുഭവത്തിലേക്ക് ആ വചനം ഓരോ വ്യക്തികളെയും നടത്തുകയാണ്. ജീവന്റെ വചനം, പ്രകാശത്തിന്റെ അനുഭവം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം കേൾക്കുന്നവർ രൂപാന്തരപ്പെടുന്നു. എത്ര വലിയ പാപിയാണെങ്കിലും, എത്ര വലിയ കുറവുകളുള്ള ജീവിതങ്ങളാണെങ്കിലും, യേശു കരം വെച്ച് നിന്നെ രൂപാന്തരപ്പെടുത്തും. യേശു കരം വെച്ച് നിന്നെ ബലപ്പെടുത്തും. സർവവും താൻ മൂലമുണ്ടായി. ഉണ്ടായതൊന്നും തന്നെ കൂടാതെ ഉണ്ടായതല്ല, താൻ മൂലം ജീവനുണ്ടായി. പ്രിയപ്പെട്ടവരെ, സകല സൃഷ്ടിത്തെ കുറിച്ച് പറയാം. അപ്പോൾ ഇന്ന് ഈ ശുശ്രൂഷയില് പ്രാർത്ഥിക്കാനിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം ജീവൻ നഷ്ടപ്പെട്ടവരാണോ? പാപം ചെയ്ത്, അശുദ്ധിയെ പ്രണയിച്ച്, തിന്മ പ്രവർത്തിച്ച് നമ്മുടെ ജീവിതം നഷ്ടപ്പെട്ടു പോയതാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ട. യേശു ജീവൻ നൽകുന്നവനാണ്. ആ വചനം വീണ്ടും കേൾക്കുക, യേശുവിന്റെ വചനം വ്യാഖ്യാനിക്കുക. ആ വചനം ഹൃദയത്തിന്റെ ഉള്ളങ്ങളിൽ തട്ടുമ്പോൾ നമ്മിൽ ജീവനുണ്ടാകും. നാം പുതിയ മനുഷ്യനായി തീരും. നാം രൂപാന്തരപ്പെടും. ഞാനൊരു അനുഗ്രഹമായി മാറും. നിങ്ങൾ വിശ്വസിക്കൂ. വചനമാണ് പ്രധാനപ്പെട്ടത്. വചനം വ്യാഖ്യാനിക്കണം, വചനം ധ്യാനിക്കണം. വചനം വ്യാഖ്യാനിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ജീവിതം രൂപാന്തരപ്പെടുകയാണ്, ജീവനുണ്ടാകുകയാണ്. എബ്രായ ലേഖനം 11-3 വാക്യം, ദൈവത്തിന്റെ വചനത്താൽ ലോകങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു എന്നും. ഹല്ലേലൂയ. ഇവിടെ അവിടെ ഒരു വാക്കുണ്ട്, ലോകങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. ഇവിടെ മാത്രമല്ല, മറ്റ് ഗ്രഹങ്ങളും പ്രപഞ്ചം, ഗാലക്സി മുഴുവനും സൃഷ്ടിക്കപ്പെട്ടത് അവന്റെ വചനത്താലാണ്. അതുകൊണ്ട് ഇന്ന് ഭൂമിയിൽ അവന്റെ വചനങ്ങളായി നിലകൊള്ളുന്നതാണ് വേദപുസ്തകം. ഈ വേദപുസ്തകത്തെ ഒരു ദിവസം പോലും നിങ്ങൾ മാറ്റി നിർത്തരുത്. ദിവസവും വായിക്കണം, ദിവസവും ധ്യാനിക്കണം. കർത്താവിനോട് പറയണം, എന്റെ നാഥ, നീ എനിക്കൊരു പുതിയ ജീവിതം തരണം. ഞാൻ നിന്റെ മകനായി ജീവിക്കാൻ നീ എന്നെ ചേർത്ത് പിടിക്കണം. കർത്താവെ അനുഗ്രഹിക്കണം. ദൈവവചനത്താൽ ലോകങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു, സകലതും. ഇനി നോക്കൂ, ദൃശ്യമായവ അദൃശ്യാവസ്ഥയിൽ നിന്നുണ്ടായി എന്ന് വിശ്വാസത്താലല്ലോ നാം അറിയുന്നത്. പ്രിയപ്പെട്ടവരെ, സകല ദൃശ്യമായ സകലത്തെയും കർത്താവാണ് സൃഷ്ടിച്ചത്. പ്രിയപ്പെട്ടവരെ, അദൃശ്യമായ ഒരവസ്ഥയിൽ നിന്ന് തെളിഞ്ഞു വരികയായിരുന്നു ഇന്നത്തെ എല്ലാ കാര്യങ്ങളും. ഇത് നാം എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത്? വിശ്വാസത്തിലൂടെയാണ്. ഹല്ലേലൂയ. ദൈവവചനത്താലാണ് എല്ലാം ഉണ്ടായതെന്നും എല്ലാം ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതാണെന്നും ദൃശ്യമായവ അദൃശ്യമായവയിൽ നിന്നുണ്ടായി എന്നൊക്കെ വിശ്വസിക്കുവാൻ നമുക്ക് സാധ്യമാകുന്നത് ഞാനൊരു ദൈവ പൈതലായി മാറുമ്പോഴാണ്, കർത്താവിന്റെ മകനും മകളുമായി മാറുമ്പോഴാണ്, ദൈവ തേജസ് കൊണ്ട് നിറയുമ്പോഴാണ്. എത്ര ആളുകൾക്ക് ആഗ്രഹമുണ്ട്, എന്നാൽ ദൈവത്തിന്റെ വചനം നമ്മുടെ മധ്യ ഇറങ്ങിയിട്ടുണ്ട്. ദൈവത്തിന്റെ ജീവനുള്ള വചനം നമ്മെ രൂപാന്തരപ്പെടുത്തും. അത് നമ്മെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റുകയാണ്. ദൈവസന്നിധിയിൽ വിനയപ്പെടാം. നിങ്ങൾ വചനത്തെ സ്നേഹിക്കുന്നവരായി മാറുക. ഹല്ലേലൂയ.
2 പത്രോസ് 2-ാം അധ്യായം 19-ാം വാക്യം. തങ്ങൾ തന്നെ നാശത്തിന് അടിമകളായിരിക്കെ മറ്റുള്ളവർക്ക് അവർ സ്വാതന്ത്ര്യം വാഗ്ദത്തം ചെയ്യുന്നു. ഒരുവൻ 3-ാം അധ്യായം 2 പത്രോസ് 3-ാം അധ്യായം 5-ാം വാക്യം. പണ്ട് ദൈവവചനത്താൽ ആകാശം ഉണ്ടായി എന്നും ഭൂമി വെള്ളത്താലും ഉണ്ടായി എന്നും അന്നത്തെ ലോകം ജഡീകാഭിലാഷമായ ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചു എന്നും ഇപ്പോഴുള്ള ആകാശവും ഭൂമിയും തന്റെ വചനത്താൽ തന്നെ അഗ്നിക്കായിട്ട് ദുഷ്ടന്മാരുടെ ശിക്ഷാവിധിന നാശത്തിന്റെയും ദിവസത്തിനായി സൂക്ഷിക്കപ്പെട്ടും യഥാസ്ഥിതിയിലും ഇരിക്കുന്നു എന്ന വസ്തുത അവർ മനഃപൂർവ്വം മറന്നു കളയുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ നോക്കിക്ക് എന്തൊക്കെയാ പറയുന്നത്? പണ്ട് ദൈവവചനത്താലാണ് എല്ലാം ഉണ്ടാക്കിയത്, എല്ലാം സൃഷ്ടിക്കപ്പെട്ടത്. പക്ഷേ ജനം പാപം ചെയ്ത് നശിച്ചുപോയി. എന്നാൽ അതിനുശേഷം ഇപ്പോഴുള്ള ആകാശവും ഭൂമിയും ദൈവത്തിന്റെ വചനം കൊണ്ട് തന്നെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. 2 കാലഘട്ടങ്ങളിലും ദൈവവചനം കൊണ്ട് ഈ കാണുന്നതെല്ലാം സൃഷ്ടിക്കപ്പെട്ടു. ഇത് വിശ്വസിക്കുന്നവർക്കാണ് ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്നത്. ഇത് വിശ്വസിക്കുന്നവർക്കാണ് ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കാൻ കഴിയുന്നത്. യേശു ജീവിക്കുന്നു, അവന്റെ കരം നമ്മോട് കൂടെയുണ്ട്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവൻ അശുദ്ധമായ എല്ലാ വഴികളിൽ നിന്നും, അന്ധകാരങ്ങളിൽ നിന്നും, പാപത്തിന്റെ അവസ്ഥയിൽ നിന്നും, ശാപത്തിന്റെ അവസ്ഥയിൽ നിന്നും, രോഗാവസ്ഥയിൽ നിന്നും, കെട്ടുകളും ശാപങ്ങളും രോഗങ്ങളും ബന്ധനങ്ങളും എല്ലാം അഴിച്ച് എല്ലാം തകർത്ത് നമ്മെ ബലപ്പെടുത്തുന്ന ദൈവത്തിന്റെ സ്നേഹം. പ്രിയപ്പെട്ടവരെ, നാം വിശ്വസിക്കുക. ദൈവത്തിന്റെ വചനത്താൽ എല്ലാം ഉണ്ടായി. എല്ലാം വെള്ളത്തിൽ നിന്നോ വെള്ളത്താലും എല്ലാം, ആകാശവും ഭൂമിയും വെള്ളവും എല്ലാം അവന്റെ വചനത്താൽ ഉണ്ടായി. ആദ്യം അങ്ങനെ ഉണ്ടായി, രണ്ടാമതും അങ്ങനെ ഉണ്ടായി, ഇന്ന് നിലനിൽക്കുന്നതും അവന്റെ വചനം കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാൻ ഒരുങ്ങാം. എന്നാൽ ഇന്ന് തിരുവചനം കേൾക്കുന്നത് കൊണ്ട് നാം എടുക്കേണ്ട തീരുമാനം എന്താണെന്ന് അറിയാമോ? മറ്റൊന്നുമല്ല പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കുക ഈ ദൈവത്തിന്റെ വചനത്തിന്റെ പ്രാധാന്യം. ഈ ദൈവത്തിന്റെ വചനത്തെ മനസ്സോടുകൂടെ സ്വീകരിക്കുന്ന, നല്ല മനസ്സോടുകൂടെ നല്ല മനസ്സോടുകൂടെ ഉറച്ച മനസ്സോടുകൂടെ സ്വീകരിക്കുന്ന വ്യക്തിത്വങ്ങൾ ഹല്ലേലൂയ പുതിയതാക്കപ്പെടുകയാണ്, പുതിയ മനുഷ്യരായി മാറുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ അന്ധകാരവും നമ്മുടെ ജീവിതത്തിന്റെ വേദനകളും നമ്മുടെ ജീവിതത്തിന്റെ സങ്കടങ്ങളും ഒക്കെ യേശുവിനെ അറിയാൻ. പ്രിയപ്പെട്ടവരെ, നാം ഒന്നേ ചെയ്യേണ്ടുന്നുള്ളൂ. ഒരു കാര്യത്തിൽ ഉറച്ചാൽ മതി. അത് മറ്റൊന്നുമല്ല, നമ്മുടെ കർത്താവ് അവൻ ജീവനുള്ള വചനമാണ്. ഹല്ലേലൂയ. വചനം വ്യാഖ്യാനിക്കുമ്പോൾ, വചനം ധ്യാനിക്കുമ്പോൾ യേശുവിനെ തന്നെയാണ് ചിന്തിക്കുന്നത്, യേശുവിനെ തന്നെയാണ് ധ്യാനിക്കുന്നത്. യേശു നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു വരികയാണ്. വെറുതെ വരികയല്ല, അധികാരമുള്ളവനായി, സൃഷ്ടിയുടെ മേൽ അധികാരമുള്ളവനായി ബലപ്പെട്ട് അവൻ വരികയാണ്. അധികാരമുള്ളവൻ അവൻ വന്ന് പറഞ്ഞാൽ അനുസരിക്കാത്ത ഒന്നുമില്ല. ലാസറിന്റെ കല്ലറയുടെ വാതിക്ക് വന്നിട്ട് പറയാണ്, ലാസറേ പുറത്തു വരിക. കെട്ടപ്പെട്ടവനായി നാശത്തിന്റെ ഉള്ളിൽ അകപ്പെട്ടവനായിരുന്ന ലാസർ, പ്രിയപ്പെട്ടവരെ, എങ്ങനെ പുറത്തു വന്നു? സൃഷ്ടിച്ചവൻ വന്ന് സൃഷ്ടിയോട് പറയാണ്, നീ തിരിച്ചു വാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വചനത്തിന്റെ ശക്തി അത്രത്തോളം വലുതായിരുന്നു. ആ വചനത്തിന്റെ മാധുര്യം അത്രത്തോളം ശ്രേഷ്ഠമായിരുന്നു. ആ വചനത്തിന്റെ ഇടപെടൽ അത്രമാത്രം ഉന്നതമായിരുന്നു. ദൈവത്തിന്റെ സ്നേഹത്തെ നമുക്ക് വാഴ്ത്താം, ദൈവത്തിന്റെ കൃപയെ നമുക്ക് വാഴ്ത്താം. പ്രിയപ്പെട്ടവരെ, കൊണ്ടാണ് യേശു പറഞ്ഞത് മർത്തയോട്, മറിയ നല്ല അംശം തെരഞ്ഞെടുത്തു. യേശുവിന്റെ പാദം എടുത്തിരുന്ന് വചനം കേട്ട് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, യേശു വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോ സകല ആളുകളും യേശുവിന്റെ അടുത്തേക്ക് വരാൻ കാരണം ഇതാണ്. എന്താണ് ആ കാരണം? സകലത്തെയും സൃഷ്ടിച്ചവൻ നാവിലൂടെ തിരുവചനം പറയുമ്പോ അത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്ന അതിശക്തമായ ആത്മീയ അനുഭവമായി മാറുകയാണ്. അതുകൊണ്ടാണ് ദൈവമക്കളെ, സകല ആളുകൾക്കും, സകല ജീവിതങ്ങൾക്കും, സകല വ്യക്തികൾക്കും യേശുവിനോട് സ്നേഹം വന്നത്. ഇന്ന് നമ്മുടെ മധ്യം വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവേ, അങ്ങയോടുള്ള ജീവനുള്ള വചനത്തോട് എന്നെ ബന്ധിപ്പിക്കണമേ. എപ്പോഴും ഏതു നേരത്തും കർത്താവിന്റെ വചനത്തെ ധ്യാനിച്ചും യേശുവിന്റെ വചനത്തെ പ്രാർത്ഥിച്ചും ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ ദൈവം ഇതാ നമുക്ക് ആ വിശുദ്ധ ജീവിതം നൽകും. നമ്മുടെ കുറവുകളെ മാറ്റി, നമ്മുടെ വേദനാവസ്ഥകളെ അഴിച്ച് നമുക്ക് ആ വിശുദ്ധ ജീവിതം നൽകും. ഹല്ലേലൂയ.
തോറ്റുപോകേണ്ട കാര്യമില്ല, തകർന്നു പോകേണ്ട കാര്യമില്ല. അവൻ ഏറ്റവും വലിയ കൃപ നമുക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ബലം കായ്ക്കുന്നതുമായ ഇല വാടാത്തതായ വൃക്ഷം പോലെ നിലകൊള്ളുവാൻ ഞാൻ ദൈവവചനത്തെ സ്വീകരിക്കുക. ദൈവത്തിന്റെ സൃഷ്ടിയിൽ ദൈവവചനത്തിനുള്ള പ്രാധാന്യം ഉൾക്കൊള്ളുക. കർത്താവിനോട് നാം പറയാം, യേശുവേ, നിന്റെ ഒരു മകനായി നീ എന്നെ സ്വീകരിക്കുമോ? തീർച്ചയായും നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. ശരി, വചനം പറയുന്നു, ഞാൻ ഹൃദയവാതിക്കൽ വന്ന് മുട്ടുകയാണ്. ആരെങ്കിലും എനിക്ക് വേണ്ടി ശബ്ദം തുറന്നു തന്നാൽ ഞാൻ അവരോടുകൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കും. പ്രിയപ്പെട്ടവരെ, കേട്ടത് സക്കായുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ആ ചിന്ത കൊടുത്തു. പരിശുദ്ധാത്മാവ് ആ ചിന്ത സക്കായുടെ ഉള്ളിലേക്ക് കൊടുത്തപ്പോ സക്കായി യേശുവിനെ കാണാനായിട്ട് ഓടുകയാണ്. യേശുവിനെ കണ്ടപ്പോ സക്കായുടെ ജീവിതം മാറുകയാണ്. വചനം കേൾക്കാൻ അടുത്തു വരുന്നവർ, വചനത്തെ സ്നേഹിക്കുന്നവർ, അവർ പോലും അറിയാതെ രൂപാന്തരപ്പെടുകയാണ്. അവർ പോലും അറിയാതെ അവർ പുതിയ സൃഷ്ടിയായി മാറുകയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ക്രൈസ്തവ ജീവിതം? നിങ്ങൾ കൊതിക്കുന്നുണ്ടോ ഈ വിശുദ്ധ ജീവിതം? യേശു നമ്മുടെ മധ്യമുണ്ട് കേട്ടോ. കർത്താവ് നമ്മുടെ മധ്യമുണ്ട്. കുറുകിപ്പോകാത്ത കരം, അനുഗ്രഹീതമായ കരം, വിശുദ്ധമായ കരം, സൗഖ്യത്തിന്റെ കരം, ശ്രേഷ്ഠമായ ഉന്നതമായ പരിശുദ്ധമായ കരം. ഇത്ര ഉന്നതമാണല്ലേ? ദൈവത്തെ നമുക്കൊന്ന് വാഴ്ത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവവചനത്തെ സ്നേഹിക്കുന്നവരായി മാറുക. ദൈവത്തിന്റെ അത്ഭുതങ്ങളെ ജീവിതത്തിൽ സ്വീകരിക്കുക. എല്ലാ ദിവസവും മുടക്കം കൂടാതെ നിങ്ങൾ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുമല്ലോ. ദൈവത്തിൽ വിനയപ്പെട്ട് ശിരസ്സുകൾ നമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ തമ്പുരാനെ, നീ ഈ ശുശ്രൂഷയെ അനുഗ്രഹിച്ച് നന്ദി പറയുന്നു. നിന്റെ വചനം ധ്യാനിക്കുന്ന, വചനം കേൾക്കുന്ന ഞങ്ങൾക്ക് ഇന്ന് വാഴ്വ് തരണം. ഞങ്ങളൊരു പുതിയ മനുഷ്യനായി മാറണം. ഹല്ലേലൂയ. യേശുവേ, ഒരു ശ്വാസം വരെയും വചനമാണെന്ന് പഠിച്ചല്ലോ. സകലത്തെയും സൃഷ്ടിച്ചത് നീയാണെന്ന് അറിയാമല്ലോ. കർത്താവേ, ആ സൃഷ്ടിയുടെ മഹത്വത്തിനൊത്തവണ്ണം യേശുവിന്റെ മക്കളായി ജീവിച്ച് അനുഗ്രഹിക്കപ്പെടുവാൻ അങ്ങയുടെ കരം ഞങ്ങളുടെ മേൽ വെക്കണമേ. ഞങ്ങൾ വീണുപോകാനോ തളടിയാകാനോ തകർന്നു പോകാനോ കർത്താവേ നീ അനുവദിക്കുന്നില്ലല്ലോ. നിന്റെ സ്നേഹം കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ പുതുതാക്കണമേ. നിന്റെ സ്നേഹം കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ ബലപ്പെടുത്തണമേ. നിന്റെ കരുണ കൊണ്ട് ഞങ്ങളൊരു അനുഗ്രഹമായി മാറണമേ. അശുദ്ധിയിൽ നിന്നും തിന്മയിൽ നിന്നും അന്ധകാരത്തിൽ നിന്നും നാഥാ നീ ഞങ്ങളെ വിടുവിച്ച് നിർത്തണമേ. ഞങ്ങളൊരു പുതിയ മനുഷ്യനായി മാറണമേ. ഞങ്ങളൊരു അനുഗ്രഹമായി മാറണമേ. ഞങ്ങളൊരു വാഴ്വായി മാറണമേ. ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രീതികരമായ ജീവിതം നയിക്കുന്നവരായി മാറണമേ. അന്ധകാരത്തിൽ നിന്ന് അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് കർത്താവ് ഞങ്ങളെ കൊണ്ടുവന്ന് അടുപ്പിച്ചതിനും ചേർത്ത് പിടിച്ചതിനും കൊടാനുകൂടി നന്ദി പറയും. പരിശുദ്ധാത്മാവേ, 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 ഞങ്ങളിൽ വന്ന് നിറയണമേ. ഞങ്ങളിൽ വന്ന് നിറയണമേ. ഞങ്ങളൊരു അനുഗ്രഹമാകണമേ. തിരുവചനം ധ്യാനിക്കാൻ, തിരുവചനം വായിക്കുവാൻ, തിരുവചനം പഠിക്കുവാൻ, ഹന്ന ദേവാലയത്തിൽ പ്രാർത്ഥിച്ചതുപോലെ ശ്വാസം വരെയും ദൈവവചനമാകുവാൻ, അങ്ങയുടെ മഹത്വം കാണുവാൻ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടാകുവാൻ ഞങ്ങൾ അങ്ങയുടെ സ്നേഹം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രയാസങ്ങളിലും ഞങ്ങളുടെ വേദനകളിലും ഞങ്ങളുടെ സങ്കടങ്ങളിലും കർത്താവേ അങ്ങയുടെ വലിയ കരം പോയി ചേർത്ത് വെക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളൊരു പുതിയ മനുഷ്യനായി മാറുവാൻ, ദൈവസ്നേഹം കൊണ്ട് നിറയുവാൻ, അശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് വരുവാൻ, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വരുവാൻ, ദൈവത്തിന്റെ മക്കളായി ജീവിക്കുന്ന എല്ലാ മേഖലകളിലും, ജോലി മേഖലകളില് അനുഗ്രഹമാകുവാൻ, ആരോഗ്യ കാര്യങ്ങളില്, ആരോഗ്യ മേഖലകളില് വിശുദ്ധമായി മാറുവാൻ ദൈവത്തിന്റെ കൃപയാൽ ഞങ്ങളെ സമൃദ്ധമായി ദൈവം തൊടണം. ഞങ്ങളൊരു അനുഗ്രഹമായി മാറണം. ഞങ്ങളുടെ അശുദ്ധി നീ മാറ്റിത്തരണം. ഞങ്ങളുടെ തിന്മ നീ മാറ്റിത്തരണം. ഞങ്ങളൊരു പുതിയ മനുഷ്യനായി മാറണമേ. ഞങ്ങളൊരു പുതിയ സൃഷ്ടിയായി മാറണമേ. ഈ വചനം കേൾക്കുന്ന എല്ലാവരും രൂപാന്തരപ്പെടട്ടെ. കർത്താവേ, സങ്കടപ്പെട്ട് പ്രാർത്ഥിക്കുന്നവരും, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും, ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവര്, ശുവയും കുഞ്ഞുങ്ങളുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നവര്, കടബാധ്യത മാറാൻ പ്രാർത്ഥിക്കുന്നവര്, സകല മേഖലയിലും ദൈവത്തിന്റെ കൃപയും അഭിഷേകവും വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവേ വന്ന് നിറയണമേ. പരിശുദ്ധാത്മാവേ വന്ന് നിറയണമേ. കർത്താവേ, ബിസിനസ് മേഖലയിൽ തകർച്ച അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്.
ഒരു വലിയ അപകടം. കാരണം എൻ്റെ കർത്താവേ, ബിസിനസ് നഷ്ടത്തിലാകുമോ എന്ന് പേടിക്കുന്ന ആ വ്യക്തിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ആ ഇടത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതം പ്രവർത്തിക്കണമേ, അത്ഭുതം പ്രവർത്തിക്കണമേ. ആർക്കും നഷ്ടം വരാതെ എല്ലാവരും അനുഗ്രഹിക്കണമേ. വേദന സംഭവിച്ചവരോട് കൂടെ കർത്താവ് ചേർന്നിരിക്കണമേ. അത്ഭുതകരമായി സാമ്പത്തികമായ ക്രമീകരണങ്ങളും എല്ലാം നടക്കുവാൻ, എല്ലാം ക്രമത്തിലാകുവാൻ യേശുവിന്റെ പുനകരങ്ങളിൽ ഞങ്ങളിതാ ഏൽപ്പിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നു. നീ എത്ര വലിയ സ്നേഹമാണ് ഞങ്ങൾക്ക് നൽകിയത് കർത്താവേ. കുഞ്ഞുങ്ങളുടെ മദ്യപാനം മാറാൻ പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് സ്തുതി, കർത്താവിന് മഹത്വം. ആരാധനയ്ക്ക് യോഗ്യനായവനെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധനെ നിന്നെ ഞങ്ങൾ മഹത്വീകരിക്കുന്നു. നല്ലവനെ നിനക്ക് ഞങ്ങൾ സ്തോത്രം പറയുന്നു. അന്ധകാരത്തിൽ നിന്ന് അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നീ ഞങ്ങളെ ഓരോരുത്തരെയും ചേർത്ത് പിടിച്ച് കൊണ്ടുവന്ന് അനുഗ്രഹമാക്കണമേ. ഇത്രമേൽ നീ ഞങ്ങളെ കൊണ്ടുവന്നല്ലോ, ഇതുവരെ നടത്തിയല്ലോ. ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലിരിക്കുന്ന സകല ജനത്തിന്റെ മേലും ദൈവ അഭിഷേകം ചൊരിയണമേ, ബലമേകണമേ. ദൈവവചനത്തെ സ്നേഹിക്കുവാൻ, കർത്താവിന്റെ മക്കളായി ജീവിക്കുവാൻ, ജോലി ചെയ്യുമ്പോഴും എല്ലാ വഴികളിലും യേശുവിനെ സ്നേഹിച്ച് ജീവിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും ദൈവം സ്പർശിക്കണമേ. ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ സ്നേഹം വലുതാണല്ലോ. അതോർത്ത് നിന്നെ മഹത്വീകരിക്കുന്നു, നമുക്ക് സ്തോത്രം പറയുന്നു. നീ ഞങ്ങളെ വിശുദ്ധീകരിച്ചതിനും, നീ ഞങ്ങളെ അനുഗ്രഹിച്ചതിനും, നീ ഞങ്ങളെ ബലപ്പെടുത്തിയതിനും കടാനുകോടി നന്ദി, കടാനുകോടി സ്തോത്രം. പരിശുദ്ധ ദൈവമേ നിനക്ക് ആരാധന, 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 പരിശുദ്ധ ദൈവമേ നിനക്ക് ആരാധന. നല്ല കർത്താവേ നിനക്ക് ആരാധന, നല്ല കർത്താവേ നിനക്ക് ആരാധന, നല്ല കർത്താവേ നിനക്ക് ആരാധന. പരിശുദ്ധ ദൈവമേ നിനക്ക് ആരാധന, പരിശുദ്ധ ദൈവമേ നിനക്ക് ആരാധന, പരിശുദ്ധ ദൈവമേ നിനക്ക് സ്തുതി. ഇന്ന് ഞങ്ങളുടെ ഇടയിൽ ഒരു അത്ഭുതം സംഭവിക്കണമേ, ഞങ്ങൾ അനുഗ്രഹമാകണമേ. എല്ലാവരെയും സമർപ്പിക്കുന്നു, സഭയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ സ്പോൺസർ ചെയ്യുന്ന കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വലിയ കരം ചേർത്ത് വെക്കണമേ, ആശ്വസിപ്പിക്കണമേ, അനുഗ്രഹിക്കണമേ. ഇവിടെ എല്ലാം പ്രാർത്ഥനാ വിഷയത്തില് കർത്താവ് ചേർന്നിരുന്ന് ബലമേകണമേ. ഞങ്ങളുടെ എല്ലാ കുറവുകളും കർത്താവ് മാറ്റിത്തരണമേ. ഞങ്ങളുടെ ജീവിതത്തിന്റെ അന്ധകാരം യേശു മാറ്റിത്തരണമേ. ഞങ്ങളുടെ രോഗാവസ്ഥകൾ കർത്താവ് സൗഖ്യമാക്കണമേ. ഇന്നയോളം കൂടെ ഇരിക്കുന്ന ബലമേകുന്ന, ബലമേകിയ യേശുവിനാരാധന, യേശുവിനാരാധന, യേശുവിനാരാധന. പിതാവാൻ ദൈവമേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, പുത്രനാൻ ദൈവമേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, പരിശുദ്ധാത്മാവാൻ ദൈവമേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. നീ അത്ഭുതങ്ങളും അടയാളങ്ങളും സകല വഴികളും ചെയ്യണമേ. തമ്പുരാനെ പറ്റി അമ്മയുടെ മാധ്യസ്ഥത, മർദ്ദമാ സ്ലീഹായുടെ, സകല സ്ലീഹന്മാരുടെ, സകല പരിശുദ്ധന്മാരുടെ മാധ്യസ്ഥത ഞങ്ങൾക്ക് അനുഗ്രഹമാകണമേ. ഞങ്ങളിന്ന് വാങ്ങിപ്പോയവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അവരനുഗ്രഹിക്കണമേ. ഇവിടെ മാതാവിനെ ദൈവത്തിന് സമർപ്പിക്കുന്നു, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തന്നെ ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷ്ണു സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാവുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നിങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ കർത്താവായ ശംശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദൈവമാതാവായ വിശുദ്ധ കന്യമർത്ത് മറിയമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും മനസ്സമേതും ദൈവം തമ്പുരാനുടെ അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നിങ്ങൾ ഈ കൂട്ടായ്മയെ സ്നേഹിക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം, പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കാം. നമുക്ക് ഒരുമിച്ച് ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാൻ സാവകാശമുണ്ട്. ദൈവമക്കളെ, നാം ഇന്ന് ചിന്തിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ വഴികളിലും ദൈവവചനത്തെ ഉയർത്തുവാൻ ദൈവം ഭാഗ്യം തരട്ടെ. എല്ലാവരോടുള്ള നന്ദിയും സ്നേഹവും ഒരിക്കൽ കൂടി വിനയത്തോടെ അറിയിക്കുന്നു. ദൈവത്തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമീൻ.